സാധനത്തിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ദൈവമേ. ഇതാണ് ശ്രദ്ധിച്ചു നോക്കി എന്റെ പുറകെ നടക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഞാൻ എന്നെ കൊന്നു ഗൈസ്, കൊന്നു. ഇനി ഇതിന്റെ ഫ്രണ്ട്സ് എന്നെ പഞ്ഞിക്കിടുന്നതിന് മുമ്പ് ഞാൻ ഈ കഥയൊന്ന് പറഞ്ഞോട്ടെ. 90s കിഡ്സിന്റെ ഇഷ്ടപ്പെട്ട കഥകളിൽ ഒന്നാട്ടോ നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ കഥ എന്താന്ന് വെച്ചാൽ, ഒരിടത്തൊരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ഈ കർഷകന്റെ വീട്ടില് ഈ കർഷകനും ഭാര്യയും അവരുടെ 2 മക്കളും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിച്ചിരുന്നത്. ഈ കർഷകന്റെ കയ്യില് സ്വർണ്ണമുട്ടയിടുന്ന ഒരു താറാവ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഈ താറാവ് ഓരോ സ്വർണ്ണമുട്ട വീതം വെച്ച് ഇടുമായിരുന്നു. ആ സ്വർണ്ണമുട്ട വിറ്റിട്ടാണ് ഈ കർഷകനും കുടുംബവും ജീവിച്ചിരുന്നത്. പക്ഷേ ഈ കർഷകന്റെ ഭാര്യ ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു കേട്ടോ. ഒരു ദിവസം അത്യാഗ്രഹിയായ ഈ കർഷകന്റെ ഭാര്യ കർഷകനോട് പറഞ്ഞു, സ്വർണ്ണമുട്ടയിടുന്ന ഈ താറാവിനെ കൊന്ന് അതിന്റെ വയറ്റിലുള്ള എല്ലാ സ്വർണ്ണമുട്ടയും എടുത്ത് നമുക്ക് വലിയൊരു വീട് വാങ്ങിക്കാമെന്ന്. കർഷകനാവട്ടെ മനസ്സില്ലാ മനസ്സോടെ ഇത് സമ്മതിച്ചു. അങ്ങനെ ആ കർഷകനും ഭാര്യയും ആ താറാവിനെ ഓടിച്ചിട്ട് പിടിച്ച് അതിനെ കൊന്നു. വെച്ച് ആ താറാവിന്റെ വയറ് തുറന്നപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്, അതിലൊരു സ്വർണ്ണമുട്ട പോലും ഇല്ലെന്നുള്ളത്. താറാവ് ചത്തുപോവുകയും ചെയ്തു. ഈ ഒരു കഥയിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അത്യാഗ്രഹം ആപത്താണെന്നുള്ളത്. കൂട്ടുകാരെ, അപ്പൊ കഥ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഈ സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയുള്ളൂ.